ഈ സംഭവം നടക്കുന്നത് 1972 സമ്മർ ഒളിമ്പിക്സിലാണ്. ആ വർഷം നടന്ന സമ്മർ ഒളിമ്പിക്സ് അന്നത്തെ വെസ്റ്റ് ജർമ്മനി അല്ലെങ്കിൽ ഇന്നത്തെ ജർമ്മനി എന്ന രാജ്യത്തെ മ്യൂണിക്കിലാണ്. ആ സമ്മർ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വന്ന ഇസ്രായേൽ കളിക്കാരിൽ 2 പേരെ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന പേരിൽ അറിയപ്പെടുന്ന പാലസ്തീൻ മിലിറ്റന്റ് ഗ്രൂപ്പും, പിന്നെ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന ഗ്രൂപ്പും കൂടി ചേർന്ന് 2 പേരെ കൊന്നുകളഞ്ഞു. വേറെ 9 ഇസ്രായേലി കളിക്കാരെ അവർ ഹോസ്റ്റേജസ് ആയിട്ട് വെക്കുകയും ചെയ്തു. പക്ഷേ വെസ്റ്റ് ജർമ്മനിയുടെ ഒരു ഫെയിൽഡ് ആയിട്ടുള്ള അറ്റംപ്റ്റ് കാരണം ഈ മിലിറ്റൻസ് ആ 9 പേരെയും കൊന്നുകളയാണ് ചെയ്തത്. അതിനുശേഷമാണ് ലോകം കണ്ട ഏറ്റവും ആസൂത്രിതമായിട്ടുള്ള ഒരു ഇന്റലിജൻസ് ഗ്രൂപ്പിന്റെ ഒരു വർക്ക് നടക്കുന്നത്. മൊസാദ് എന്ന് പറയപ്പെടുന്ന ഇസ്രായേലിലെ ഇന്റലിജൻസ് ഗ്രൂപ്പ് നടത്തിയ ഒരു ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ബയണറ്റ് അല്ലെങ്കിൽ റാത്ത് ഓഫ് ഗോഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവര് 1972 മുതൽ 1988 വരെ ആക്റ്റീവായിട്ട് ഈ ഓപ്പറേഷൻ നടത്തുകയും ഇതിനുണ്ടായിരുന്ന അതായത് ഈ മ്യൂണിക്കിൽ നടന്ന അസാസിനേഷനിൽ ഉൾപ്പെട്ട ഏതാണ്ട് 99% ആൾക്കാരെയും അവർ തെരഞ്ഞു പിടിച്ച് കൊന്നുകളയാണ് ചെയ്തത്. ആ ഒരു സംഭവത്തിന് ശേഷമാണ് ലോകത്തിന് മനസ്സിലായത് ഇസ്രായേൽ എന്ന രാജ്യം ഇത്രയധികം ശക്തമായിട്ടുള്ള ഒരു രാജ്യമാണ്. അവരുടെ ഓപ്പറേഷൻ അല്ലെങ്കിൽ അവര് ഇങ്ങനെ ആസൂത്രിതമായിട്ട് നടത്തുന്ന ഓപ്പറേഷനിലൊക്കെ എന്തുമാത്രം കഴിവുണ്ടെന്നുള്ളത് ലോകം കണ്ടറിഞ്ഞത്. അപ്പോൾ മൊസാദ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ബയണറ്റ് അല്ലെങ്കിൽ റാത്ത് ഓഫ് ഗോഡ് എന്നുള്ള ഒരു ചെറിയ കാര്യം നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യമായിരിക്കാം. എന്നാലും എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് കിടന്നോട്ടെ. പിന്നെ നിങ്ങൾക്കും ഒരു ഇൻഫർമേഷൻ ആവും എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ എടുത്തത്. അപ്പം നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.